ആ ഗൈസ് നീയൊക്കെ ബ്രഷ് ചെയ്യാറുണ്ടോ? പേസ്റ്റ് ഉപയോഗിച്ചാണ് ബ്രഷ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറഞ്ഞുതരാം. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അതായത് ഈ പേസ്റ്റിൻ്റെ അറ്റത്തായിട്ട് ഒരു കളേർഡ് ബ്ലോക്ക് കാണത്തില്ലേ? ഈ കളേർഡ് ബ്ലോക്ക് എന്ന് പറയാൻ നേരത്ത് പല പേസ്റ്റിനും പല കളറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ഓരോ കളറും ചുമ്മാ ഇട്ടിരിക്കുന്നതല്ല. ഈ ഓരോ കളറും സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ നേരത്ത് ആ പേസ്റ്റിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യലാണോ, ഫുള്ളും കെമിക്കലാണോ, അല്ലെങ്കിൽ നാച്ചുറലാണോ എന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ സൂചിപ്പിക്കുന്നത്. സപ്പോസ് ഇപ്പോൾ നിങ്ങളുടെ പേസ്റ്റിൻ്റെ അറ്റത്ത് ഗ്രീൻ കളേർഡ് സ്ക്വയർ ബ്ലോക്ക് ആണെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് ഫുള്ളും നാച്ചുറൽ ആണെന്ന് അർത്ഥം. ഇൻ കേസ് ബ്ലൂ ആണെങ്കിൽ നാച്ചുറലും കാണും, മെഡിസിൻസും കാണും. ഇപ്പോൾ റെഡ് ആണെങ്കിൽ നാച്ചുറലും കാണും, കെമിക്കൽസും കാണും. ബ്ലാക്ക് ആണെങ്കിൽ പ്യുവർ കെമിക്കൽസ് മാത്രമേ കാണത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കളർ കോഡ് അനുസരിച്ചിട്ട് പേസ്റ്റിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ ബേസ് ചെയ്തൊരു തിയറി ഉണ്ട് കേട്ടോ. അതിനാണ് ഈ ടൂത്ത് പേസ്റ്റ് തിയറി എന്ന് പറയുന്നത്. പല യൂട്യൂബർമാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്നേ വരെ ഒരു പേസ്റ്റ് കമ്പനി പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ സ്ക്വയർ മാർക്കിങ്സ് കൊടുക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ ബേസ് ചെയ്തിട്ടാണെന്ന്. ശരിക്കും ഈ കളേർഡ് ബ്ലോക്സിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കവറിനെ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് എവിടെ വെച്ച് സീൽ ചെയ്യണോ, എവിടെ വെച്ച് കട്ട് ചെയ്യണോ, എവിടെ വെച്ച് ഫോൾഡ് ചെയ്യണോ എന്നൊക്കെ നമ്മുടെ മെഷീൻ മനസ്സിലാക്കുന്നത് ഈ കളേർഡ് ബ്ലോക്കുകളെ ഒരു ലൈറ്റ് ബീം സെൻസർ ഉപയോഗിച്ചിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യണേ.